ഹലോ ഗായ്സ്, അപ്പോൾ ഇന്നൊരു സന്തോഷം നിറഞ്ഞ ദിവസമാണ് കേട്ടോ. എന്നെ സംബന്ധിച്ച് എൻ്റെ ലൈഫിൽ ആദ്യത്തെ തവണയാണ് ഞാൻ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമ്മൾ കോളേജിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. കോളേജിൽ നിന്ന് ഇറങ്ങി ബസ് കാത്തിക്കുവാണ്. 2 സ്റ്റോപ്പ് അപ്പുറത്താണ് കേട്ടോ മദർ ഹോസ്പിറ്റൽ. സോ നമ്മുടെ സ്ഥിരം ബസ്സായിട്ടുള്ള വെങ്ങളത്ത് കയറിയിട്ടുണ്ട്. അവിടെ പോയി ഇറങ്ങാൻ വേണ്ടിയിട്ടാണ്. ഇതെൻ്റെ ഫ്രണ്ടാണ് കേട്ടോ. സോ നമ്മളവിടെ എത്തിയിട്ടുണ്ട്. എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. ഫസ്റ്റ് ടൈമായിട്ട് ബ്ലഡ് കൊടുക്കുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു ഞാൻ. സോ അങ്ങനെ ഞങ്ങളവിടെ എത്തി. ഫുള്ള് എന്താ പറയുക, എനിക്ക് ഫസ്റ്റ് ടൈമിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു. പിന്നെ ലിഫ്റ്റിൽ കയറിയപ്പോൾ എനിക്ക് ചെറുതായിട്ടൊന്ന് തല അറിയുന്നുണ്ടായിരുന്നു. എന്താണെന്ന് അറിയത്തില്ല, ഹോസ്പിറ്റലിൽ കാണാൻ കേട്ടിട്ടാണോ വാട്ട് സംതിങ് കണ്ടപ്പോൾ പോലെ ആയി. പിന്നെ ഏകദേശം ഞങ്ങൾ ബ്ലഡ് ബാങ്കിൽ പോയി. അവിടെ എത്തിയപ്പോൾ എന്നോട് ഫുഡ് ചോദിച്ചു. ഇല്ല പറഞ്ഞപ്പോൾ പിന്നെ ഫുഡ് കഴിച്ചിട്ട് വരാൻ പറഞ്ഞു. ഏകദേശം ഞങ്ങൾ പൊറോട്ടയും മുട്ടക്കറിയും കഴിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ കൗൺസിലിംഗ് ആയിരുന്നു, അതിന് കയറിയിട്ടുണ്ടായിരുന്നു. പിന്നെ നേരെ ബ്ലഡ് എടുക്കാൻ വേണ്ടി പോയി ഗൈസ്. ഇതൊക്കെ ഞാൻ പറയുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു ഇതായിരുന്നു കേട്ടോ. ഏത് സിനിമ നോക്കും ഗൈസ്, മധുരമായിരുന്നു കേട്ടോ. അവിടുത്തെ ആംബിയൻസും കാര്യങ്ങളൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ട്. അങ്ങനെ എന്തൊക്കെയൊക്കെയോ ആയിരുന്നു മനസ്സിൽ. ഇങ്ങനെ ഞാൻ കിടന്നിട്ടൊന്നും ഇതാക്കിയിട്ടൊന്നുമില്ല ഞാൻ. അതിനുശേഷം എൻ്റെ ബ്ലഡ് എടുത്തു ഗൈസ്. എൻ്റെ എക്സ്പ്രഷൻ കണ്ടു, സൂചിയൊക്കെ എന്തായിരുന്നു എൻ്റെ എക്സ്പ്രഷൻ. അതിനുശേഷം അങ്ങനെ ബ്ലഡൊക്കെ എടുത്ത് എനിക്ക് വേഗം തന്നെ കയറുന്നുണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ റെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. ചെറുതായിട്ട് തല ഇറങ്ങുന്നുണ്ടായിരുന്നു. പിന്നെ ക്ഷീണമൊക്കെ മാറിയിട്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അവിടെ എന്തോ പൂരത്തിൻ്റെ തിരക്കാ തോന്നുന്നു. കടകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ആ കടയിൽ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് അവർക്ക് വാങ്ങിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ വാങ്ങിച്ച് ഞങ്ങൾ നേരെ കോളേജിലെത്തി. ഫ്രണ്ട്സിനെയൊക്കെ കണ്ടു കേട്ടോ. അപ്പോൾ പിന്നെ ഞങ്ങൾ ബേക്കോണറിൽ പോയി കുറച്ച് നേരം ചില്ലായിട്ട് അവിടെ ഇരുന്നു. അവരിപ്പോൾ ഇരിക്കുമ്പോൾ പെട്ടെന്ന് സമയം പോകണമെന്ന് അറിയത്തില്ല. ശേഷം വീണ്ടും കോളേജിലേക്ക് വന്നിട്ട് എൻസിസി റൂം കുറച്ച് ക്ലീൻ ചെയ്യാനുണ്ടായിരുന്നു. അതൊക്കെ ചെയ്യാമായിരുന്നു കേട്ടോ. ഇതിന് കണ്ടോ എന്തിൻ്റെ കുഞ്ഞാണോ എന്ന്. അങ്ങനെ പണിയെടുക്കുക കഴിഞ്ഞ് വീട്ടിലോട്ട് വന്നു. കുഴപ്പമൊന്നും ഉണ്ടായില്ല കേട്ടോ. തല കറക്കം കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. പിന്നെ അത്രേ ഉള്ളൂ. ബൈ.